PV അൻവർ MLA ആണ്. അദ്ദേഹത്തിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും സമരം ചെയ്യാം, ആർക്കെതിരെ വേണമെങ്കിലും സമരം ചെയ്യാം എന്നൊക്കെ ഉണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ സമരം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് പറയുന്നത് ഞാനല്ല, മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസം PV അൻവർ എന്തു ചെയ്തുവെന്ന് വെച്ചാൽ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ പോയി. SP-യുമായുള്ള വിവാദമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്ന PV അൻവർ അതിൽ നിന്ന് തലനാരിഴയ്ക്കൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നു. മറ്റു ചില ആരോപണങ്ങൾ, പല ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പോഴൊക്കെയും അതിൽ നിന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് നിൽക്കുന്ന PV അൻവർ ഈ ശശിധരൻ എന്ന് പറയുന്ന SP താൻ കൊടുത്ത പരാതികളെക്കുറിച്ച് അന്വേഷിച്ചില്ല, അവിടെ നിന്ന് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മുറിച്ചു കടത്തിയ മരങ്ങളെക്കുറിച്ചുള്ള വിവരം അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് അൻവറിൻ്റെ പരാതി. അൻവർ ഇന്നലെ കുറച്ച് പ്ലക്കാർഡുകളുമായി ക്യാമ്പ് ഓഫീസിൻ്റെ മുന്നിലെത്തി. അവിടെ ഒരു കസാരയിട്ടു, പ്ലക്കാർഡുകൾ ചുറ്റും കുത്തിവെച്ചു, എന്നിട്ട് കൊടപിടിച്ച് സമരം ചെയ്തു. 2 മണിക്കൂറോളം അദ്ദേഹം അവിടെ സമരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്ലക്കാർഡുകൾ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്നത്. MR അജിത് കുമാർ, ADGP MR അജിത് കുമാറാണ് കള്ളന്മാരിൽ പ്രമുഖൻ. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നതിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിലെ സുപ്രധാനപ്പെട്ട കള്ളൻ MR അജിത് കുമാറാണ്. MR അജിത് കുമാറാണ് പല കേസുകളും കൈക്കൂലി വാങ്ങി ഒത്തുതീർപ്പാക്കുന്നത്. MR അജിത് കുമാറിൻ്റെ സഹോദരിയുടെ മക്കളൊക്കെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അവരുടെ ജോലി എന്താണ്, അവരുടെ MR അജിത് കുമാറിൻ്റെ മറ്റു ബന്ധുക്കളുടെ ജോലി എന്താണ്, ഇതൊക്കെ അന്വേഷിക്കണമെന്നൊക്കെയാണ് PV അൻവർ MLA-യുടെ ആവശ്യം. ഇതിനിടയിൽ മുൻ SP സുജിത് ദാസിൻ്റെ ഒരു ഫോൺ കോൾ സംഭാഷണവും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട SP-യാണ്. മലപ്പുറം SP-യെ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപിക്കുന്ന പത്തനംതിട്ട SP MR അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തെക്കുറിച്ച് പറയുന്നു. ആ സംഭാഷണം കൂടി പുറത്തു വന്നപ്പോൾ ഏകദേശ ധാരണയായി PV അൻവറിൻ്റെ കാര്യത്തിൽ. PV അൻവറിനെ CPM ജില്ലാ സെക്രട്ടറി വിളിക്കുന്നു. ഉടനെ സമരം അവസാനിപ്പിച്ച് അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുന്നു, അതായത് ജില്ലാ ആസ്ഥാനത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് CPM ജില്ലാ സെക്രട്ടറിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച. അപ്പോഴാണ് ജില്ലാ സെക്രട്ടറി കാര്യം പറയുന്നത്, നിങ്ങൾ സമരം ചെയ്യൂ, പോലീസിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്തത്, അത് കൊള്ളുന്നത് എവിടെയാണെന്ന് ഓർക്കുക, അത് പിണറായി വിജയന് നേരെയാണ് ചെന്നെത്തുന്നത്, അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. ഉടനെ വാലും ചുരുട്ടി മടക്കി PV അൻവർ ഓടടാ ഓട്ടം സമരം അവസാനിപ്പിച്ചു. വൈകുന്നേരം നടത്താൻ നിശ്ചയിച്ചിരുന്ന പത്രസമ്മേളനവും നടത്തിയില്ല. എവിടെയാണ് വീഴ്ച വരുന്നത് എന്ന് വെച്ചാൽ, PV അൻവർ ഒരു മുൻചുണ്ടിക്കാരനാണ്, നേർമയുള്ള നേതാവാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമെങ്കിൽ അത് എന്തെങ്കിലും കണ്ടിട്ടാകണം. PV അൻവർ ഒരു മുൻചുണ്ടിക്കാരനാണ്, എടുത്തുചാട്ടക്കാരനാണ്. അദ്ദേഹത്തിന് നിയമപരമായി പല വഴികളും അറിയാം. ഈ സംഭവങ്ങൾക്കൊക്കെ പരാതി കൊടുക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് പരാതിയിൽ നടപടി സ്വീകരിപ്പിക്കേണ്ടത്, ആരാണ് ഇടപെടേണ്ടത് എന്നൊക്കെ കൃത്യമായി അറിവുള്ള ആളാണ് PV അൻവർ. അദ്ദേഹം എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്ററെ പൂട്ടിക്കെട്ടാൻ ഇത്രയും വലിയ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം എടുത്തുചാട്ടങ്ങൾ അദ്ദേഹത്തിനെ അപായക്കുഴിയിൽ കൊണ്ട് ചാടിക്കുമെന്നതിൽ തർക്കമില്ല.